ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റൊക്കെ അൺബോക്സിങ് ആണ് കേട്ടോ. അപ്പോൾ ഓരോ ഗിഫ്റ്റായിട്ട് കുഞ്ഞെടുത്തിട്ട് അൺബോക്സ് ചെയ്യാണ്. ആദ്യത്തെ ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിതൊന്നും ബോക്സിലൊന്നും ആക്കാൻ പറ്റിയില്ല, അങ്ങനെ തന്നെ പൊതിയെ ചെയ്തത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഗിഫ്റ്റ് എടുത്തു, ഡ്രീം കേക്കാണ് കേട്ടോ. അല്ലേ കുഞ്ഞോ? അടുത്ത ഗിഫ്റ്റ് ഇതാ പ്രിങ്കിൾസ്. 2 ഫ്ലേവർ എടുത്തിട്ടുണ്ട് രണ്ടാൾക്ക് കേട്ടോ. പിന്നെന്താ കുഞ്ഞോ? പിന്നെന്തായിരുന്നു? മുണ്ട്. കുഞ്ഞുവിന് ഭയങ്കര ഇഷ്ടമാട്ടോ മുണ്ട്. അപ്പോൾ ഒരു മുണ്ട് എടുത്തതാണ് ഞാൻ. അടുത്ത ഗിഫ്റ്റ് എന്താ? പേപ്പർ സോപ്പാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുലുക്കി നോക്കേണ്ടത് എന്താന്നുള്ളത്. ഇത് കുറേ നാളായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ട്. അപ്പോൾ രണ്ടാൾക്കും വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അടുത്തത് കുഞ്ഞിന് മനസ്സിലായിട്ടില്ല, അതാണ് മണ്ണെടുത്ത് നോക്കണത്. അത് പിന്നെ കണ്ടപ്പോൾ അത് മനസ്സിലായി, സന്തോഷമായി. സ്മാർട്ട് വാച്ചാണ് കേട്ടോ. അത് ഇവർക്ക് സ്കൂളിലേക്ക് കെട്ടാൻ പാടില്ല, അതുകൊണ്ടാണ് അതിങ്ങനെ വാങ്ങിച്ചു കൊടുക്കാണ്ടിരുന്നത്. പിന്നെ കുറേ നാളായിട്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട്. അപ്പം ഞാനത് വാങ്ങിച്ചതാണ്. ആ ഗിഫ്റ്റുകളൊന്നും പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റുകളാണല്ലേ കുഞ്ഞു? കുഞ്ഞോൾക്ക് എന്താ പറയാനുള്ളത്? കുഞ്ഞോളതൊക്കെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞോൾക്ക് ഉണ്ട് കേട്ടോ. ഇതില് ചിലതൊക്കെ കുഞ്ഞോൾക്കും കൂടിയിട്ട് തന്നെയാണ് വാങ്ങിച്ചുള്ളത്. ഓക്കെ, അടുത്ത ഗിഫ്റ്റ് എടുത്തു. അത് മനസ്സിലായിട്ടില്ല കുട്ടിക്ക് അല്ലേ? അടുത്ത ഗിഫ്റ്റ് മനസ്സിലായിട്ടില്ല, എന്താന്ന് പറഞ്ഞില്ല കേട്ടാ. ഇനി പൊട്ടിക്കണ തിരക്കാണ്. ചീർപ്പ്. അതിങ്ങനെ മുടി ഇങ്ങനെ ഈരണം, ഇങ്ങനെ ചുരുട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നായിരുന്നു. അപ്പം മുടിയാണെങ്കിൽ പിറന്നാൾ മാസമായതുകൊണ്ട് വെട്ടിയിട്ടില്ല കേട്ടാ. അപ്പം അതുകൊണ്ട് മുടി അത്യാവശ്യം ഉണ്ടേനു. ഇനി കുഞ്ഞോൾക്ക് ഇരല്ലേ കുഞ്ഞോളെ? ഇതുകൊണ്ട് അടുത്തത് എടുത്തിട്ടുണ്ട് കേട്ടാ. അടുത്ത ഗിഫ്റ്റ് ഇതൊരു ഡ്രസ്സാട്ടാ. അത് കുഞ്ഞിട്ടപ്പോൾ നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത ഗിഫ്റ്റ് പേഴ്സ്. കുഞ്ഞുവിൻ്റെ പഴയ പേഴ്സ് കീറിയിട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പേഴ്സ് വാങ്ങിച്ചത്. പക്ഷെ പഴയ പേഴ്സ് ഉപേക്ഷിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ കുഞ്ഞു? അതുകൊണ്ട് അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പേഴ്സിലേക്കുള്ള പൈസ അച്ഛൻ കൊടുക്കുന്നുണ്ട് കേട്ടാ. 100 രൂപ കൊടുത്ത് അതിൽ വെച്ചോന്ന് പറഞ്ഞിട്ട്. അത് എന്നോട് ചോദിക്കുകയാണ് എന്താ നീ പൈസ വെക്കാണ്ടിരുന്നതെന്ന്. ഞാനത് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അടുത്തത് പൊളിച്ച് നോക്കുന്നുണ്ട്. സ്പൈഡർമാൻ്റെ ഇത് കിട്ടിയപ്പോൾ അത് ഈ യൂട്യൂബിലൊക്കെ ഓരോരുത്തർ കാട്ടുന്ന കണ്ടിട്ടേ എന്നോട് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത്. പക്ഷെ ഞാനത് എന്തോ അങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു ഇത് തോന്നിയപ്പോൾ ഞാൻ വാങ്ങിച്ചത് തന്നെയാണ്. അടുത്ത ഗിഫ്റ്റ് പൊളിക്കുന്നുണ്ട്. അത് കുഞ്ഞോളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ കുഞ്ഞോളിങ്ങനെ ആലോചിക്കണം എന്താണെന്ന് അല്ലേ കുഞ്ഞോളെ? ബുക്കാന്ന് കണ്ടപ്പോൾ സന്തോഷായി. ഇത് വെറുതെ ആയിട്ട് ഇവർക്ക് കുഞ്ഞോൾക്ക് ഇങ്ങനെ വരച്ച് കൂട്ടല്ല തന്നെ പണി. അടുത്തത് എടുത്ത് പൊളിക്കുന്നുണ്ട്. അതെന്താന്ന് മനസ്സിലായിട്ടില്ല കേട്ടാ. പിന്നെ തുറന്നപ്പോഴാണ് അയ്യോ ഇത് കുഞ്ഞോളിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ കളറിൻ്റെ ഇത്. അപ്പൊ അങ്ങനെ അത് വാങ്ങിച്ചു. അതെന്താ കുഞ്ഞോ? പിന്നെ ബുക്കാണ്. എനിക്കും കുഞ്ഞാൾക്കുള്ള ബുക്കാണ്. പിന്നെ പ്രിങ്കിൾസ് ഉണ്ട്. പിന്നെ ഇത് മറ്റേ സോപ്പാണ് കേട്ടാ. അത് പേപ്പർ സോപ്പ്. ഇത് ഇങ്ങനെ ഒരെണ്ണം എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒഴിക്കുമ്പോൾ സോപ്പ് വരും. അതാണ്. പിന്നെ ഇതെന്റെ ചീർപ്പ്. ഈ ചീർപ്പ് സീൻ തന്നെയാണ്. ഇത് നമുക്ക് മറ്റേ സാധനം അടിക്കണം. മറ്റേ സാധനം ആണ്.
നമ്മൾ സെറ്റ് ചെയ്യില്ലേ മുടി. ഇത് വാച്ച് സാധാ വാച്ചല്ല ഗൈസ്, സ്മാർട്ട് വാച്ച്. ഞാൻ പണ്ട് എനിക്ക് ഇഷ്ടം ഈ സ്മാർട്ട് വാച്ച് ഭയങ്കര ഇഷ്ടമായിട്ട് ഗൈസ്, എന്തെന്ന് അറിയില്ല. പിന്നെ പേഴ്സിൻ്റെ ഇതിൻ്റെ ചാർജറാണ്. പേഴ്സ് ഉണ്ട് ഗൈസ്, പേഴ്സ് ഇത് ഞാൻ ഇവിടെ വയ്ക്കാം. ഉണ്ട്. പിന്നെ മഞ്ച് അല്ല ഇതുണ്ട്, ഗ്രീൻ കേക്ക്, പിന്നെ സ്പൈഡർമാൻ വെബ്, സ്പൈഡർമാൻ്റെ വെബ് ഉണ്ട്. ഇതുണ്ട് സ്പൈഡർമാൻ്റെ വെബ്. ഇതാണ് ഡ്രസ്സ്. അപ്പൊ എത്ര ഗിഫ്റ്റായി? ഏയ് അത് ഓരോന്നായിട്ടല്ലേ എണ്ണ? ഓരോന്നായിട്ട് തന്നെ. 1 2 3 4 5 6 7 8 9 10 11. അപ്പൊ എത്രാമത്തെ പിറന്നാളാണ്? 11 ഗിഫ്റ്റാണ് കുഞ്ഞുവിന് നമ്മളിന്ന് കൊടുത്തത്. അപ്പോ അപ്പോ അങ്ങനെ ആഘോഷിച്ചിരിക്കുന്നു. അപ്പോ അപ്പൊ ഇന്നത്തെ വീഡിയോ കുഞ്ഞുന്റെ ബായി വന്നില്ലല്ലോ.